യുപിയിലെ ഗാസിയാബാദിൽ 16 വയസ്സിന് താഴെയുള്ള 3 സഹോദരിമാർ ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കിയ സംഭവത്തിലെ അന്വേഷണം കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു. കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവന്നത്. കുട്ടികളുടെ പിതാവ് ചേതൻ കുമാറിന് 3 ഭാര്യമാരുണ്ടെന്നും മരിച്ച നിഷിക, പ്രാചി, പാഖി എന്നിവരുടെ അമ്മമാർ വ്യത്യസ്തരാണെന്നും പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ സങ്കീർണമായ കുടുംബ ബന്ധങ്ങൾ സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പെൺകുട്ടികൾ 9ാം നിലയിലെ ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. ചേതൻ കുമാറിന്റെ ഭാര്യമാരായ സുജാത, ഹീന, ടീന എന്നിവർ സഹോദരിമാരാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ സുജാതയുടെ മകളാണ് നിഷിക. പ്രാചിയും പാഖിയും ഹീനയുടെ മക്കളാണ്. ടീനയുമായുള്ള ബന്ധത്തിൽ ചേതൻ കുമാറിന് മക്കളില്ലെന്നാണ് പ്രാഥമികമായ വിവരം. കൊറിയൻ ഓൺലൈൻ ഗെയിമുകളോടും വിനോദ പരിപാടികളോടും കുട്ടികൾക്ക് അമിതമായ ആസക്തി ഉണ്ടായിരുന്നതായി പിതാവ് ചേതൻ കുമാർ പോലീസിനോട് പറഞ്ഞിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ പിതാവ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമികമായ നിഗമനം. കുട്ടികൾ എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പുകളിലും കൊറിയൻ ഉള്ളടക്കങ്ങളോടും കൊറിയയോടുമുള്ള താൽപര്യം വ്യക്തമാക്കുന്നുണ്ട്. വൈദ്യുതി ബില്ലുകൾ അടയ്ക്കുന്നതിനായി പിതാവ് ചേതൻ കുമാർ തങ്ങളുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് വിൽപ്പന നടത്തിയതിനെ തുടർന്ന് 3 സഹോദരിമാരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. കൊറിയൻ ഉള്ളടക്കങ്ങൾ അമിതമായി കാണുന്നതാണ് തന്റെ നടപടിക്ക് പിന്നിലെ കാരണമായി പിതാവ് ചൂണ്ടിക്കാണിച്ചത്. ഓഹരി ദല്ലാളായ ചേതൻ കുമാറിന് 2 കോടി രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അദ്ദേഹം കുടുംബം നോക്കിയിരുന്നത്. കൊറിയൻ വിനോദങ്ങളുടെ വലിയ ആരാധകരായിരുന്നു പെൺകുട്ടികൾ. സംഭവം നടന്ന രാത്രിയിൽ അമ്മയുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നിരുന്നാലും അവർ കാണാൻ ആഗ്രഹിച്ച കൊറിയൻ ആപ്പുകളും ഉള്ളടക്കങ്ങളും ലഭ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതുമൂലം നിഷിക, പ്രാചി, പാഖി എന്നീ 3 പെൺകുട്ടികൾക്കും ഓൺലൈൻ ഗെയിമുകൾ കളിക്കാനോ അവരുടെ കൊറിയൻ സുഹൃത്തുക്കളോട് സംസാരിക്കാനോ കഴിഞ്ഞില്ലെന്ന് പോലീസ് പറഞ്ഞു. അവരുടെ അമ്മയുടെ ഫോണിൽ കൊറിയൻ ഉള്ളടക്കങ്ങളുള്ള ആപ്പുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ഫോറൻസിക് സംഘവും പറഞ്ഞു. ആത്മഹത്യ ചെയ്ത 3 പെൺകുട്ടികൾക്കും പിതാവിനോട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം അവർ ആത്മഹത്യാക്കുറിപ്പിൽ പിതാവിനെ അഭിസംബോധന ചെയ്തത്. ഒരിടത്തും അവർ അമ്മയുടെ പേര് പരാമർശിച്ചിട്ടില്ല. അതേസമയം ഇവരുടെ കൈപ്പടയിലുള്ള ആത്മഹത്യാക്കുറിപ്പും സന്ദേശങ്ങളും ഉൾപ്പെടെയുള്ള വിരലടയാളങ്ങൾ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചു. റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. IMEI നമ്പറുകൾ ഉപയോഗിച്ച് സൈബർ ക്രൈം ടീമുകൾ മൊബൈൽ ഫോണുകൾ വാങ്ങിയവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതിലൂടെ കൊറിയൻ ആപ്പുകളുടെ ഡേറ്റ വീണ്ടെടുക്കാൻ സാധിക്കും. കേസ് ആത്മഹത്യയായിട്ടാണ് പരിഗണിക്കുന്നതെന്നും ഓൺലൈൻ ഗെയിമിംഗ് ആസക്തിയെക്കുറിച്ചുള്ള പിതാവിന്റെ അവകാശവാദങ്ങൾ പരിശോധിക്കുന്നതിലും കുടുംബ സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള വശങ്ങൾ പരിശോധിക്കുന്നതിലുമാണ് അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. സഹോദരിമാരുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത 9 പേജുള്ള പോക്കറ്റ് ഡയറി ഉൾപ്പെടെയുള്ള പ്രാഥമിക കണ്ടെത്തലുകൾ കൊറിയൻ സംസ്കാരത്തോടും ഉള്ളടക്കത്തോടുമുള്ള തീവ്രമായ അടുപ്പത്തിലേക്കും കുടുംബ കലഹങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. 3 സഹോദരിമാരെയും ബുധനാഴ്ച ഡൽഹിയിലെ നിഗംഘോഡ് ഘട്ടിൽ സംസ്കരിച്ചു. 2015 സാഹിബാബാദ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രാജേന്ദ്ര നഗർ കോളനിയിലുള്ള ഒരു ഫ്ളാറ്റിന്റെ മേൽക്കുരയിൽ നിന്ന് വീണ് ചേതൻ കുമാറിന്റെ ലിവിംഗ് പാർട്ട്ണർ സംശയാസ്പദമായ സാഹചര്യത്തിൽ അന്ന് മരിച്ചിരുന്നു. പിന്നീട് ആ മരണം ആത്മഹത്യയായി കണക്കാക്കി പോലീസ് കേസ് തള്ളിക്കളഞ്ഞു.